കാശിഭദ്ര ഭാഗം 3. രചന ജിഫ്നി. അവതരണം അപര. ബാക്കി മുല്ലപ്പൂവ് തൻ്റെ സൈക്കിളിൽ അണിയിച്ച് ഊരിവെച്ച ചെരുപ്പിട്ടതും ചെരുപ്പിൻ്റെ താഴെ വലുതായി എഴുതിയത് അവൾ പതിഞ്ഞ സ്വരത്തിൽ വായിച്ചു. കാശിഭദ്ര. കാശിഭദ്രയോ? ഞാൻ ശ്രീഭദ്രയല്ലേ? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്നാലും ആരായിരിക്കും ഇങ്ങനെ എഴുതിവെച്ചേ? ആവോ, എന്തിലാവട്ടെ എന്നും കരുതി അവൾ തിരികെ വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴിക്ക് അവളുടെ കളിക്കൂട്ടുകാരി അമ്മുവിൻ്റെ വീട്ടിൽ കയറി. ആരിത്, ഭദ്രമോളോ? അമ്മുവിൻ്റെ അമ്മ സ്നേഹത്താലെ ഭദ്രയെ അകത്തേക്ക് ക്ഷണിച്ചു. അവളെവിടെ? ഭദ്ര അമ്മുവിനെ തിരക്കി. അവൾ അകത്തുണ്ട്, പുറത്തു പോകാൻ ഒരുങ്ങാ. നീ അറിഞ്ഞോ വിശേഷങ്ങളൊക്കെ? എന്ത് വിശേഷം അമ്മേ? അമ്മുവിൻ്റെ കല്യാണം ഉറച്ചു. നിന്നെയും കുടുംബത്തെയും ക്ഷണിക്കാൻ ഞായറാഴ്ച വരാമെന്ന് കരുതിയെന്നാ. അമ്മ വളരെ സന്തോഷത്തിൽ പറഞ്ഞതും ആ സന്തോഷം അതേപടി ഭദ്രയിലേക്കും പടർന്നു. അപ്പം നമ്മുടെ അമ്മൂനും കല്യാണമായല്ലേ? കൊച്ചി കള്ളി എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവളിന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്ര എണീറ്റ് അകത്തേക്ക് പോയി. അമ്മു കണ്ണാടിയിൽ നോക്കി തലമുടി ചീകുന്ന തിരക്കിലായിരുന്നു. പതിയെ ശബ്ദമുണ്ടാക്കാതെ ഭദ്ര അവളുടെ പിറകിലൂടെ പോയി കെട്ടിപ്പിടിച്ചു. അമ്മേ! പെട്ടെന്ന് തന്നെ ആരോ കയറി പിടിച്ചെന്നോർത്ത് അമ്മു നിലവിളിച്ചു. കിടന്ന് ബഹളം വയ്ക്കല്ലേ, ഇത് ഞാനാ. ആ കുഞ്ഞു പല്ലികൾ കാട്ടിക്കൊണ്ട് ഭദ്ര ചിരിച്ചു. എടി മരം കയറിപ്പണ്ണേ, നീയായിരുന്നോ? മനുഷ്യനാകെ പേടിച്ചു. നല്ല ജീവനങ്ങ് പോയി. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അമ്മു പറഞ്ഞു. അത് സാരില്ല, എന്നോട് കല്യാണം പറയാൻ വൈകിയതിനുള്ള ശിക്ഷയായി കൂട്ടിക്കോ. അപ്പം അമ്മയൊക്കെ പറഞ്ഞല്ലേ? ഒരിളം നാണത്താൽ അമ്മു ചോദിച്ചു. എൻ്റെ ഈശ്വര, ഈ പെണ്ണിന് നാണോ? അല്ല, ആരടി വരൻ? നീ മാർക്കിട്ടിരുന്ന വിവേക് സാറിനെ പോലെ കാണാൻ ലുക്കുള്ള ഏതെങ്കിലും ചെക്കനാണോ? അവരുടെ സ്കൂൾ കാലം ഒന്ന് ഓർത്തുകൊണ്ട് ഭദ്ര ചോദിച്ചു. അതേ ലുക്കുള്ള ആളൊന്നുമല്ല, സാറ് തന്നെയാടി. ഒരു കള്ളച്ചിരിയാലെ അമ്മു പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു വിവേക് സാറിൻ്റെ എൻട്രി. ഒരു കട്ടിക്കരയുള്ള വെള്ളമുണ്ടും കളർ ഷർട്ടുമായിരുന്നു സാറിൻ്റെ സ്ഥിരം വേഷം. സാറ് വന്നതോടെ മാത്സിനെ ഇഷ്ടപ്പെടാത്തവരൊക്കെ കണക്കിൻ്റെ ഇഷ്ടക്കരികളായി. വിഷയത്തേക്കാൾ അത് പഠിപ്പിക്കുന്ന സാറിനെയായിരുന്നു ആരാധന. സ്കൂളിൽ തന്നെ മിക്ക പെൺകുട്ടികളുടെയും കണ്ണിലൂണിയായിരുന്നു സാറ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭദ്രയും സാറിൻ്റെ വലിയൊരു ഫാനായിരുന്നു. അതെങ്ങനെ ഒപ്പിച്ചെടുത്ത് മോളെ നീ? ഭദ്ര അത്ഭുതത്തോടെ ചോദിച്ചു. ഒക്കെ എന്നെ തേടി ഇങ്ങോട്ട് വന്നതാടി. നമ്മളാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആ ബ്രോക്കർ. നീ എൻ്റെ കൂടെ ഒന്ന് സ്കൂൾ വരെ വാടി. അതെന്തിനാ ഇപ്പോൾ സ്കൂളിലേക്ക്? നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരോട് കല്യാണം പറയാനാ, നീ വാ. അങ്ങനെ രണ്ടാളും കൂടി സ്കൂളിലേക്ക് നടന്നു. സൈക്കിൾ അമ്മുവിൻ്റെ വീട്ടിൽ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വൈകുമെന്ന് അമ്മയ്ക്ക് വിളിച്ചു പറയാനും ഭദ്ര മറന്നില്ല. പഠിച്ചിറങ്ങിയ സ്കൂളിലേക്ക് 1.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പോകുന്ന സന്തോഷത്തിലാണവൾ. കുറച്ചു ദൂരം റോഡിലൂടെ നടന്നവർ പാടത്തേക്കിറങ്ങി. പാടം കഴിഞ്ഞ് 2 തോട് വരമ്പിലൂടെ വേണം സ്കൂളിലേക്ക് എത്താൻ. ഗ്രാമത്തിലെ അധിക കുട്ടികളും പഠിക്കുന്നത് ആ സ്കൂളിൽ തന്നെയാണ്. എടി അമ്മു, സ്കൂൾ ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? ഏയ് അല്ലല്ല, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇപ്പം. വിവേക് സാറ് പറയുന്നത് കേട്ടു, ഇപ്പം നമ്മുടെ സ്കൂള് പട്ടണത്തിലെ സ്കൂളുകളെ പോലെ ആയിട്ടുണ്ടെന്ന്. വലിയ ആവേശത്തോടെയും സന്തോഷത്തോടെയും അമ്മു പറഞ്ഞു. പക്ഷേ ഭദ്രയിൽ അത് വലിയ സന്തോഷം വരുത്തിയില്ല. അമ്മു, ഈ പട്ടണമെന്ന് ഗ്രാമത്തിലുള്ളവർ പറയുന്നത് കേൾക്കാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചന്തവും ഇല്ല അവിടെ. ഇവിടുത്തെ കാറ്റും വെളിച്ചവും കിളിനാദവും കൂട്ടുകെട്ടും ഒന്നുമില്ല. 4-5 മാസത്തെ പട്ടണ ജീവിതത്തെ മനസ്സിലോർത്തുകൊണ്ട് അവൾ പറഞ്ഞു. അത് നിനക്ക് പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് തോന്നുകയാ. പട്ടണത്തിൽ പോയി ഒന്ന് പാർക്കാൻ എനിക്ക് എന്തോരം മോഹമുണ്ടെന്നറിയോ? കണ്ടോടി, ഞാൻ കല്യാണം കഴിഞ്ഞ് സാറിനെയും കൊണ്ട് പട്ടണത്തിൽ പോയി വീടുണ്ടാക്കിക്കും. ഒരു കുറുമ്പോടെ അമ്മു പറഞ്ഞു. നിനക്ക് വട്ട, അല്ലാതെന്ത്? നമ്മുടെ കഞ്ഞിപ്പുരയിൽ ഇപ്പോഴും ജാനു ചേച്ചി തന്നെയാണോ? ആടി, ജാനു ചേച്ചിയും സഹായത്തിന് വേറെ ആളുണ്ട്. അങ്ങനെ സ്കൂളിലെ കഞ്ഞി വയ്ക്കുന്ന ചേച്ചിയെ തൊട്ട് പുൽനാമ്പിനെ കുറിച്ചും ടീച്ചേഴ്സിനെ കുറിച്ചും തുടങ്ങി അവിടെ എത്തുവോളം ഭദ്ര വായിക്ക് റെസ്റ്റ് കൊടുക്കാതെ അമ്മുവിനോട് ചോദിച്ചറിഞ്ഞു. തൻ്റെ പഴയ കാലങ്ങളിലേക്ക് ഓർമ്മകളെ കൊണ്ടുപോകുന്നതിനോടൊപ്പം അമ്മുവും അവൾക്ക് മറുപടി കൊടുത്തു. എന്ത് രസമായിരുന്നല്ലേ ആ കാലം. ഒരു വാടിയ പുഞ്ചിരിയിൽ ഭദ്ര പറഞ്ഞു. ഹാടി, അതൊക്കെ ഒരു കാലം. അല്ല, നിന്റെ ഇപ്പോഴത്തെ സ്കൂളും കൂട്ടുകാരും ഒക്കെ എങ്ങനെയുണ്ട്? എടി മണ്ടി, ഇപ്പം സ്കൂളിലല്ല, +2 കഴിഞ്ഞാൽ പിന്നെ കോളേജാ. ഞാൻ പഠിക്കുന്നതേ ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാടി. ഒത്തിരി കൂട്ടുകാരുണ്ട്, പക്ഷെ അവരൊന്നും നമ്മരെ പോലെയല്ല. പിന്നെ
എല്ലാവരും നല്ല മോഡേൺ ആടി. ഞാൻ ചുരിദാർ ഇടുന്നതും ധാവണി ചുറ്റുന്നതും ഒന്നും അവർക്ക് കണ്ണു പിടിക്കില്ല. പിന്നെ അവിടെ പെൺകുട്ടികളടക്കം ചിലരും മദ്യപിക്കും. ഒരു സങ്കടത്തോടെ ഭദ്ര പറഞ്ഞു. എൻ്റെ ഈശ്വര, കേട്ടത് അമ്മുവിന് വലിയൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ പട്ടണത്തിലെ കഥകളും മെഡിക്കൽ കോളേജിലെ മരുന്നിൻ്റെ ഗന്ധവും അവൾ വാക്കുകളിൽ വിവരിച്ചു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ സ്കൂളിലെത്തി. അവിടെ ഓരോ ക്ലാസ്സിലും കയറി അമ്മു കല്യാണം പറഞ്ഞു. ഭദ്ര ഒപ്പം നടന്ന് അധ്യാപകരോടൊക്കെ കുശലം ചോദിച്ചറിഞ്ഞു. അവൾ പട്ടണത്തിൽ മെഡിക്കൽ പഠിക്കുകയാണെന്ന് അറിഞ്ഞ അവളുടെ ടീച്ചർമാർക്കെല്ലാം ഒത്തിരിയേറെ സന്തോഷമായി. അതങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടുകാർ കഴിഞ്ഞാൽ നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാണല്ലോ നമ്മുടെ അധ്യാപകർ. എല്ലാരെയും കണ്ട് സംസാരിച്ച് തിരിച്ചു പോരാൻ നേരം അവളുടെ മുഖം വാടി. കുറച്ചു നേരം അവൾ ആ 14-കാരിയായതായിരുന്നു. 10 കൊല്ലം അവൾക്ക് സ്കൂളിൽ ഉച്ചയൂണ് തയ്യാറാക്കി കൊടുത്തിരുന്ന ജാനകി ചേച്ചിയെ കണ്ട് കുശലം പറയാനും അവൾ മറന്നില്ല. ഇനിയൊരു തിരിച്ചുവരവ് തനിക്ക് ഇങ്ങോട്ടില്ല എന്ന് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അവൾ കുറച്ചുകൂടെ നേരം ആ സ്കൂളിൻ്റെ നടുമുറ്റത്തെ ആലിൻ ചുവട്ടിലിരുന്നു. കൂടെ അമ്മു. അമ്മു, നിന്റെ വിവേക് സാറിനെ കണ്ടില്ലല്ലോ ഇവിടെ. സാർ ഇപ്പം ഇവിടെ അല്ല പഠിപ്പിക്കുന്നത്, പട്ടണത്തിലെ സ്കൂളിലാണ്. ഓ അങ്ങനെ. അപ്പം മോള് നേരത്തെ പറഞ്ഞ ആഗ്രഹം നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കളിയാക്കി രണ്ടാളും കൂടി തിരിച്ചു വീട്ടിലേക്ക് നടന്നു. അമ്മുവും ഭദ്രയും വീട്ടിൽ വന്ന് ഭദ്രയുടെ വീട്ടുകാരെ മുഴുവനും കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് അവൾ തിരിച്ചുപോയി. അങ്ങനെ കളിയും ചിരിയും വായാടിത്തരവുമായി ആ ദിവസം കടന്നുപോയി. അമ്മിണിയോടും കിങ്ങിണിയോടും കോളേജിലെ മുഴുവൻ വിശേഷങ്ങളും ഭദ്ര വിവരിച്ചു കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ മോളെ, നീ നാളെ ഒന്നും പോണില്ലല്ലോ, ബാക്കി നാളെ പറയാം. അകത്ത് കയറാൻ നോക്ക്, സന്ധ്യയായി. ഈ നേരം പെൺകുട്ടികൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. മൃഗങ്ങളോട് സല്ലപിച്ചിരിക്കുന്ന ഭദ്രയെ അച്ഛൻ വിളിച്ചകത്തേക്കാക്കി. രാത്രിക്കത്തെ ഊണും കഴിച്ച് അവൾ ബുക്കും കയ്യിലെടുത്ത് പഠിക്കാനിരുന്നു. അപ്പോഴാണ് 2 ദിവസമായി ബാഗിൽ അടച്ചു വെച്ച അവളുടെ ഫോണിനെ അവൾക്ക് ഓർമ്മ വന്നത്. ഫോൺ കയ്യിലെടുത്ത് നോക്കിയപ്പം അതാ ചത്തു കിടക്കണു. സോറി കുട്ടാ, ഞാൻ എൻ്റെ നാട്ടിലെത്തിയപ്പോൾ നിന്നെ മറന്നു. സോറിട്ടാ. ഇവിടെ നിന്ന് തിരികെ പോയാൽ എനിക്ക് കൂട്ടിന് നീയും എൻ്റെ പുസ്തകങ്ങളും മാത്രമേ ഉള്ളൂ. ഫോണിനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബാഗിൽ നിന്ന് ചാർജർ എടുത്ത് കുത്തിവെച്ചു. അതിനുശേഷം അവളുടെ കണ്ണനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് പഠിക്കുന്നതൊക്കെ വേഗം മനസ്സിലാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് പഠിക്കാനിരുന്നു. കുറേ നേരത്തെ പഠനത്തിന് ശേഷം അവൾ ബുക്കൊക്കെ അടച്ചു വെച്ച് കിടക്കാൻ തയ്യാറായി. ഇന്നവൾ ഒറ്റയ്ക്ക് അവളുടെ റൂമിലാണ് കിടക്കുന്നത്. എന്നും അമ്മയെയും അച്ഛനെയും ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇത്രയും കാലം ഹോസ്റ്റലിലായതുകൊണ്ട് കൂടെ കിടക്കാൻ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കിടന്നിട്ട് എത്രയായിട്ടും അവൾക്ക് ഉറക്കം കിട്ടിയില്ല. കട്ടിലിൽ നിന്ന് എണീറ്റ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കിയപ്പം ചേച്ചിയും ദേവുമോളും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്ക. അവർക്കടുത്ത് നുഴഞ്ഞു കയറാൻ നോക്കിയെങ്കിലും നോ രക്ഷ. ആ കട്ടിലിൽ ഇനി അവളെ കൂടി കൊള്ളില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അവളുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ലൈറ്റ് കെടുത്തിയില്ലല്ലോ, അവൾ മനസ്സിലോർത്തു. ഇനി ഞാൻ കെടുത്തിയോ? ഞാനല്ലാതെ ആര് കെടുത്താനാ ഈ 2 മിനിറ്റ് കൊണ്ട്? അമ്മയും അച്ഛനും എന്തായാലും മുകളിലേക്ക് കയറി വരില്ല. ചേച്ചി നല്ല ഉറക്കവും. പിന്നെ ആര്? അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇച്ചിരി മറവി കൂടിയിട്ടുണ്ട്. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് സ്വയം തലയ്ക്കൊരു മേട്ടവും കൊടുത്ത് അവൾ റൂമിൻ്റെ വാതിലിനോട് ചാരി നിന്നുകൊണ്ട് കൈ ഉള്ളിലേക്ക് നീട്ടി ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടതും റൂമിൻ്റെ കോലം കണ്ട് അവൾ ആകെ ഞെട്ടിത്തെറിച്ചു.